എല്ലാവർക്കും വീണ്ടും പൊന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പായസവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മത്തങ്ങ കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം. നന്നായി ഞാൻ ഇവിടെ 1.5 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായി വേവിച്ചുടച്ച് വെച്ചിരിക്കുകയാണ്. ശർക്കര പാനിയാക്കിയിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. വറുത്തിടാനായിട്ട് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, തേങ്ങ അരിഞ്ഞത്, ഏലക്ക പൊടിച്ചതുകൊണ്ട്, നെയ്യുമുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് പായസം റെഡിയാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യമായി ഉരുളിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ചൂടായിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് ഉടച്ചു വെച്ച മത്തങ്ങ വെള്ളം തോരുന്നത് വരെ നമ്മൾ നെയ്യിലിട്ട് വറുക്കേണ്ടതാണിത്. പറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വരണ്ടിരിക്കുകയാണ്. ശർക്കരയും മത്തങ്ങയും കൂടി വരണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്യാം. നന്നായി തിളപ്പിക്കാം. കൊടുക്കാം. കൊടുക്കുക. നമുക്ക് നല്ലോണം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പായസം നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. നമുക്കിത് വാങ്ങി വെക്കാം. നമുക്ക് നെയ്യിലേക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പായസം തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.